കൂട്ടുകാരെ, സുഖം എല്ലാവർക്കും. ഇന്ന് ഡിസംബർ 31, അതായത് നാളെ ന്യൂ ഇയർ. പക്ഷെ എന്ത് പറയാനാ, ഇന്ന് എനിക്ക് മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു, തലേദിവസം ഈവനിങ് ഷിഫ്റ്റ് ആയിരുന്നു. തീരെ ഉറങ്ങിയിട്ടില്ല. പിന്നെ ക്ലൈമറ്റ് ആണെങ്കിൽ പറയേ വേണ്ട, ഭയങ്കര തണുപ്പായിരുന്നു. രാവിലെ എങ്ങനെ എണീച്ച് വന്നെന്ന് എനിക്ക് തന്നെ ഒരു ഓർമ്മയില്ല. വയ്യ, ഉറക്കം കഴിഞ്ഞില്ല. ഇന്നലെ കിടന്നപ്പോൾ ലേറ്റായി, ഇന്ന് നേരത്തെ എണീറ്റ്. കണ്ണ് കണ്ടാലേ അറിയാറില്ലേ ഉറക്കം കിട്ടിയില്ല. കണ്ണടച്ച അപ്പനെ ഉറങ്ങും. അതുകൊണ്ട് ഞാൻ പിന്നെ പോയി ചായയൊക്കെ മേടിച്ച് ചായയൊക്കെ കുടിക്കാൻ വിചാരിച്ചു. ഇന്നിവിടെ ഫുള്ള് ബ്ലോക്ക് ആയിരിക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് മോർണിംഗ് ഡ്യൂട്ടി എടുത്തത്. പിന്നെ ഞാനിവിടെ വന്നിട്ട് ഒഫീഷ്യലി 1 മന്ത് കഴിഞ്ഞു. ഭയങ്കര സന്തോഷമുണ്ട്, അതുപോലെ കുറച്ച് പ്രൗഡ് സ്വന്തമായിട്ട്. ഞാൻ നവംബർ 30 ജോയിൻ ചെയ്തത്. ഇപ്പോൾ ഡിസംബർ 31 ആയി. ഇന്നലെ ആയപ്പോൾ 1 മന്ത് കംപ്ലീറ്റഡായി. പിന്നെന്താണ് 2025 അച്ചീവ് ചെയ്തൊരു കാര്യം ആയിട്ട് എടുക്കല്ലേ. പിന്നെന്താ, ഭയങ്കര ഈസി ആയിരുന്നില്ല, അതുപോലെ ഭയങ്കര ഡിഫിക്കൽട്ടാണെന്നും പറയാൻ പറ്റത്തില്ല. ഇച്ചിരി ഡിഫിക്കൽട്ട് എന്ന് വേണമെങ്കിൽ പറയാം. നാട്ടിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ, അതായത് ഞാൻ പഠിച്ച ഉടനെ ഇങ്ങ് വരുമായിരുന്നു, അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. അതിൻ്റേതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വന്നപ്പോൾ ഈ കുഴപ്പമില്ല, ഓക്കെ ആയിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നഴ്സുമാരെല്ലാവരും നല്ല അടിപൊളി നഴ്സുമാരാണ്. എല്ലാം പറഞ്ഞു തരും. ഒരു ഇറിറ്റേഷനോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും കാണിക്കത്തൊന്നുമില്ല. ഫ്രഷറാണ്, നാട്ടിൽ വർക്ക് ചെയ്തിട്ടില്ല, എക്സ്പീരിയൻസ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് ഓക്കെ എന്ന് പറയും. എല്ലാം പറഞ്ഞു തരും. പിന്നെ എനിക്കിനി എൻ്റേതായിട്ട് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തോന്നുന്നത്, ഞാൻ കുറച്ച് സ്ലോ ആണ്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യും, പക്ഷേ ഇച്ചിരി സ്ലോ പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നു. അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യണം. പിന്നെന്താ, പൊട്ട് പോലും വയ്ക്കാനുള്ള എനർജി ഇല്ല. ഇന്ന് രാവിലെ കണ്ടു തുറന്ന് അങ്ങനെ ജസ്റ്റ് ഫ്രഷായി വന്നു. ഇന്ന് വൈകിട്ട് എൻ്റെ അമ്മയ്ക്ക് ഇന്ന് ലാസ്റ്റ് ഡ്യൂട്ടിയാണ്. അതായത് അമ്മ റിസൈൻ ചെയ്യുവാണ്. അപ്പം പുള്ളിക്കാരിയുടെ ലാസ്റ്റത്തെ ഡ്യൂട്ടിയാണ്. വർഷം വേണ്ടി പുതുവർഷത്തിൻ്റെ തുടക്കം. സോ നൈറ്റ് എവിടെയെങ്കിലും പോവായിരിക്കും. ന്യൂ ഇയർ അല്ലേ, ഇവിടെ ഒത്തിരി സ്ഥലത്ത് ഫയർ വർക്ക്സ് കാര്യങ്ങളൊക്കെ കാണാൻ ഒക്കെ ഉണ്ട്. ഒത്തിരി ദൂരം പോകത്തില്ലായിരിക്കും, കാരണം എനിക്ക് തോന്നുന്നു 3 മണി തൊട്ട് 4 മണി തൊട്ട് എന്തോ റോഡൊക്കെ ക്ലോസ്ഡാണ് കുറേ സ്ഥലത്ത്. നടന്ന് വേണം പോകാൻ. അപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ എവിടെയെങ്കിലും പോകണം. ഫയർ വർക്ക്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ പിന്നെ ഇനി നമുക്ക് ഡ്യൂട്ടി ഷിഫ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അക്കോമഡേഷൻ എത്തി, സ്റ്റേ എത്തി, ഡ്യൂട്ടി കഴിഞ്ഞ് ഗൈസ്. ഇനി കേമായിട്ടൊരു ഉറക്കം. അതിന് മുന്നേ കേമായിട്ടൊരു കുളി, അത് നിർബന്ധം. അങ്ങനെ നമ്മൾ ന്യൂ ഇയർ ഫയർ വർക്ക്സ് കാണാൻ പോവുകയാണ്. ഇതാണ് ഇവിടുത്തെ രമ്യ. ജില്ലന് ഇങ്ങനെ ബോള് തെറിക്കുന്ന കണക്ക് പൊക്കോണ്ടിരിക്കും. ഫോട്ടോ എടുക്കുന്നു. ഇവിടെ ഡ്രോണൊക്കെ വന്ന് ഇനി ഇവിടെ ഇപ്പോൾ 11:30 നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യണം. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ പൂരം, തൃശ്ശൂർ പൂരത്തിനൊക്കെ ആള് കൂടുന്ന കണക്കാണ് ഇവിടെ. വഴിയിൽ വണ്ടി മൊത്തം സ്റ്റോപ്പായി നിൽക്കണം. പറയൂ രമ്യാൻറ്റി. വഴിയിൽ വണ്ടി മൊത്തം സ്റ്റോപ്പായി നിൽക്കുകയാണ്. നമ്മൾ പതുക്കെ വണ്ടിക്കിടയിൽ കൂടെ ഡിവൈഡർ കയറുന്നത് കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ പോകാൻ പോവുകയാണ്, അങ്ങോട്ട് പോകാൻ പോകും. അതിനു മുന്നേ വയറ് നിറയ്ക്കാൻ വന്നതാണ്. അങ്ങനെ 2026 വന്നു. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. ഡ്രോൺസ് ഉണ്ടായിരുന്നു. ഡ്രോൺസ് അവരെ വീട്ടിൽ നിന്ന് വന്നു.
ഡ്രോൺസ് എല്ലാവരെയും വെൽക്കം ചെയ്തു. ഡ്രോൺസ് തിരിച്ചവരുടെ വീട്ടിൽ പോയി നമ്മൾ